ബജറ്റിൽ പ്രഖ്യാപിച്ച 1000 രൂപ സന്തോഷം തരുന്നുണ്ടെങ്കിലും അതൊട്ടും പര്യാപ്തമല്ലെന്നാണ് ആശാ വർക്കർമാരുടെ ആദ്യ പ്രതികരണം. തുക പ്രഖ്യാപനങ്ങളിൽ മാത്രമായി മാറരുതെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മീനി ജനൻ ടിവിയോട് പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 266 ദിവസം രാപ്പകലില്ലാതെ സമരം ചെയ്ത ഒരു സ്ത്രീ സമൂഹത്തെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആശാ വർക്കർമാർ, ആ പേര് ആരും തന്നെ മറക്കില്ല. ഇന്ന് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ KN ബാലഗോപാൽ 1000 രൂപയാണ് ആശമാർക്ക് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ആ ഒരു സമരത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് മിനി ചേച്ചിയാണ്. ചേച്ചി, ഈ ഒരു 1000 രൂപയുടെ വർധനവാണോ ആശമാർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നത്? ഒരിക്കലുമല്ല. 21,000 രൂപ പ്രതിമാസ വേതനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ 266 ദിവസം സമരം ചെയ്തത്. ഒപ്പം തന്നെ പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപയുടെ ഒരു വിരമിക്കൽ ആനുകൂല്യം. ഈ 2 ഡിമാൻഡും ഗവൺമെൻറ് ആ സമരമുഖത്ത് വെച്ച് അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ സമരത്തിൻ്റെ ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ചിനെ തുടർന്ന് 1000 രൂപ വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതമായി. ഇന്നിപ്പോൾ സംസ്ഥാന ബജറ്റിൽ 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ സമരത്തിൻ്റെ 53-ാം ദിവസം സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഈ സ്ത്രീ തൊഴിലാളികൾ തെരുവിൽ വന്നിരുന്ന് ഇങ്ങനെ ദീർഘമായി സമരം ചെയ്യുമ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും നിങ്ങളൊരു ദിവസം 100 രൂപയുടെ വേതനമെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിമാസം 3000 രൂപയുടേത്. അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ആ നിർദ്ദേശത്തെ ഞങ്ങളുടെ ആ ഡിമാൻഡിനെ തള്ളിക്കളയാനുണ്ടായത്. ഞങ്ങളുടെ ഡിമാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. 21,000 രൂപ എന്ന് പറഞ്ഞാൽ അതൊരു മിനിമം വേതനമാണ്. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ജീവിച്ചിരിക്കുവാനുള്ള ഏറ്റവും മിനിമം വേതനമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാകട്ടെ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ ജനങ്ങളോട് വെച്ച വാഗ്ദാനമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് നടപ്പിലാക്കുമെന്ന്. പക്ഷേ 5 വർഷം പിന്നിടുന്ന അവസാന ബജറ്റിൽ പോലും അത് പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നവംബർ മാസം മുതൽ ലഭിച്ചു തുടങ്ങിയ 1000 രൂപയുടെ വർധനവും ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 1000 രൂപയും അത് ഞങ്ങൾ പൊരുതി നേടിയതാണ്. ഒപ്പം തന്നെ അംഗൻവാടി തൊഴിലാളികൾക്കും പാചക തൊഴിലാളികൾക്കും ഒക്കെ വർധന വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്ത്രീ സമൂഹം നടത്തിയ വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വർധന വളരെയധികം ഊർജ്ജം പകരുന്നതാണ്. കാരണം തൊഴിലാളികൾ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവർ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് വരുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ മുന്നിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രക്ഷോഭം നടത്തുവാനും ആ ഡിമാൻഡുകൾ ഒന്നൊന്നായി നേടിയെടുക്കുവാനും നടത്തുന്ന പരിശ്രമങ്ങളുടെ അതിൻ്റെ ചില പടവുകളാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ആശമാരെ സംബന്ധിച്ച് കിട്ടുന്ന ഓരോ രൂപയും വളരെ വിലപ്പെട്ടതാണെന്നുള്ളതുകൊണ്ട് തന്നെ ഈ വർധനവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ ഡിമാൻഡ് 21,000 എന്ന് പറഞ്ഞ ഡിമാൻഡ് അത് അംഗീകരിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഏതാനും മാസങ്ങൾ കൂടെ ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കാവുന്നൊരു സാമ്പത്തിക അവസ്ഥയും സംസ്ഥാനത്തുണ്ടെന്ന് തന്നെയാണ് സമീപകാല സംഭവങ്ങൾ വെളിവാക്കുന്നത്. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരാറായി. അപ്പോൾ ഇലക്ഷൻ മുൻനിർത്തിക്കൊണ്ട് ഈ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വർധനവ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് 21,000 രൂപ പ്രഖ്യാപിക്കട്ടെ. അങ്ങനെ വന്നാൽ അങ്ങനെ ചിന്തിക്കാൻ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. താൽക്കാലിക ആശ്വാസമായ ആശമാർക്ക് ഈ ഒരു വേതനം നൽകി കഴിഞ്ഞാൽ അവർ ഒതുങ്ങി നിന്നേക്കാം എന്നൊരു ചിന്ത സർക്കാരിന് വന്നുകൂടാ? സർക്കാർ ചിന്തിച്ചോട്ടെ, പക്ഷേ അതിന് യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല. കാരണം 21,000 രൂപ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുവാനുള്ള മിനിമം വേതനമാണ്. അതുപോലും ഇപ്പോൾ ഈ വർധനവ് പറയുമ്പോൾ പോലും അത് കൃത്യമായി പ്രതിമാസം നൽകാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കുടിശ്ശികയാണ്. ഇപ്പോഴും ഡിസംബർ മാസത്തെ വേതനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻസെൻറ്റീവ് ഇതുവരെ ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കുടിശ്ശിക വീണ്ടും അവിടെയുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരെന്ത് പ്രതീക്ഷിച്ചിട്ടാണെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിലെ വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ പോലും അതൊന്നും ഇതിനകത്ത് പ്രതിഫലിക്കാൻ പോകുന്നില്ല. കാരണം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടില്ല. ഈ പ്രഖ്യാപനങ്ങളിലെല്ലാം ഒതുക്കി നിർത്താതെ ഇത് ഇപ്പം കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുടിശ്ശികളെല്ലാം പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത പ്രഖ്യാപനം ഇപ്പോൾ 1000 രൂപ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പ്രഖ്യാപനം വന്നു. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയാൽ മാത്രമല്ലേ അത് യഥാർത്ഥത്തിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും ആ രംഗത്ത് സർക്കാരിന് വലിയ വീഴ്ച തന്നെയാണുള്ളത്. പ്രഖ്യാപിച്ചാൽ പോരാ, അത് സമയബന്ധിതമായി ആളുകൾക്ക്, തൊഴിലാളികൾക്ക്, പണിയെടുക്കുന്നവർക്ക് കൊടുക്കുവാൻ നിർബന്ധ ബുദ്ധിയാ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാരണം അവർ മറ്റു ചില ആളുകൾക്ക് കൊടുക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി തീർച്ചയായിട്ടും പണിയെടുക്കുന്ന എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും കൊടുക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആദ്യം ആശമാർ സമരം ചെയ്ത സമയത്ത് ന്യായമായ സമരമല്ല, ഈ സമരം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. അപ്പം ന്യായമായ സമരമല്ലെങ്കിൽ ഈ ഒരു വർധനവിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലായിരുന്നല്ലോ. തീർച്ചയായിട്ടും സർക്കാർ അവരുടെ
അവർ ഇളിഭ്യരായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളെ ഒരുപാട് ആക്ഷേപിച്ചു, വലിയ നേതാക്കൾ വന്ന് പരസ്യമായി അശ്ലീലം പറയുകയൊക്കെ ചെയ്തു. അതിനൊന്നും തിരുത്താതിരുന്ന ഗവൺമെൻറ്റിന് അത് പൊതുജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നവർക്ക് മനസ്സിലാകാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ തിരഞ്ഞെടുപ്പുകൾ മാത്രം ലക്ഷ്യം വെച്ചിരിക്കുന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഇതൊന്നും ജനങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അത് പോരാ. ഒരു ജനാധിപത്യ ഗവൺമെൻറ്, ജനങ്ങളിൽ നികുതി വാങ്ങുന്ന ഗവൺമെൻറ്, അവിടെ പണിയെടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റിതര വിഭാഗപ്പെട്ട ആളുകൾക്ക് സമയബന്ധിതമായി കൂലി കൊടുക്കുവാനും ശമ്പളം കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ആളുകളുടെ എല്ലാ വിഷയങ്ങളും പരിഗണിക്കുവാനും ആ ഗവൺമെൻറ് സമയം കണ്ടെത്തണം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം സമയം നീക്കിവെച്ചാൽ പോരാ. അതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ആശമാർ 266 ദിവസമാണ് ഈ ഒരു സമരം നടത്തിയത്. ഈ സമരത്തിൽ അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം, പക്ഷേ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കാതെ ഇത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ആശമാരുടെ ആവശ്യം എന്ന് പറയുന്നത്. ക്യാമറാമാൻ വിജു സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.